യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു.
നാട്ടിലേക്കുള്ള ചെല്ലണമെന്ന് മമ്മി പറയുന്നത് കുറെ കല്യാണാലോചന നടക്കുന്നു അത്ര. നോക്കൂ ജയ്സ, കഴിഞ്ഞ 4 വർഷമായി നമ്മൾ വിനീതരായി ജീവിക്കാൻ തുടങ്ങി. കുറെ അറിയാൻ സാധിക്കും. നിനക്കിപ്പോ ആ പഴയ സ്നേഹം എന്നോട്. ഇനി നാട്ടിൽ പോയി വേറെ പെണ്ണ് കെട്ടാനാണ് നിന്റെ വിചാരം. അതിനു മുമ്പ് നിന്നെ ഞാൻ കൊണ്ടു. ഓ മടുത്തു. നിനക്ക് എന്നെ വെറുതെ വിടാവോ? അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി ഞാൻ ജയ്സ, എടാ ഞങ്ങൾക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള പരിഹാരവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഞാൻ ദേവാലയത്തിലേക്ക് അവിടെ പോയി ആ ദിവ്യകാരണത്തിന് മുമ്പിലിരിക്കും. ആ സാമീപ്യം, ആ ചൂട് അനുഭവിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഒഴുകും. ഇതൊക്കെ എങ്ങനെയാ 12 വർഷം വേദോട ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ തോമസ് സാറിനെ വിളിക്കും. സാറിൻ്റെ ഓരോ വാക്കും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഓർമ്മ നൽകും. പിന്നെ സാറേ, ഞാനിവിടെ വേദോടെ പഠിപ്പിക്കുന്നു. എനിക്ക് സന്തോഷമായി. 3 യോഹന്നാൻ 1:4 പറയുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല.